ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമാന്തരമായുള്ള റോഡ് വീണ്ടും അടച്ചുകെട്ടി. കഴിഞ്ഞ ദിവസം നാട്ടുകാർ പൊളിച്ചുമാറ്റിയ ഇരുമ്പ് ദണ്ഡുകൾ പോലീസിന്റെ സഹായത്തോടെയാണ് ടോൾ കമ്പനി പുനഃസ്ഥാപിച്ചത്. മുച്ചക്ര വാഹനങ്ങൾക്ക് മാത്രം കടന്നുപോകാവുന്ന രീതിയിലാണ് ഗതാഗതം നിയന്ത്രിച്ചത്. സമാന്തര റോഡ് ഗതാഗതത്തിനായി തുറക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് വന്നതിന് പിന്നാലെ അജ്ഞാതർ റോഡിലെ ഇരുമ്പ് ദണ്ഡുകൾ മുറിച്ചു മാറ്റിയിരുന്നു. ഇതാണ് ടോൾ പ്ലാസ അധികൃതർ പുനഃസ്ഥാപിച്ചത്. പോലീസിന്റെ സഹായത്തോടെയാണ് ഇന്നലെ രാത്രി ഇരുമ്പ് ദണ്ഡുകൾ വീണ്ടും ഉറപ്പിച്ചത്. തടയാനെത്തിയ നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ചെറുകാറുകൾ കടന്നു പോകാവുന്ന രീതിയിലായിരുന്നു പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് ക്രമീകരണം. എന്നാൽ വീണ്ടും അടച്ചുകെട്ടിയപ്പോൾ റോഡിന്റെ വീതി 1.5 മീറ്ററായി ചുരുക്കി. നിലവിൽ മുച്ചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതുവഴി കടന്നുപോകാനാവുന്നത്. ടോൾ നൽകാതെ കടന്നുപോകാനാവുന്ന പാത വീണ്ടും ഭാഗികമായി അടച്ചതോടെ പ്രതിഷേധം ശക്തമാവുകയാണ്. മുൻപ് ഉണ്ടായിരുന്ന സഞ്ചാര സ്വാതന്ത്ര്യം പോലും തടഞ്ഞുകൊണ്ട് ഒരു ബൈക്കിന് വരെ ഇപ്പൊ അപകടം സംഭവിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. പാത പൂർണ്ണമായും തുറന്ന വാർത്തയറിഞ്ഞ് നിരവധി വാഹനങ്ങളാണ് ടോൾ ഒഴിവാക്കി സമാന്തര റോഡ് ഉപയോഗിച്ചത്. 2 ദിവസത്തിനുള്ളിൽ ടോൾ കമ്പനിയുടെ വരുമാനം കുത്തനെ കുറഞ്ഞതോടെയാണ് റോഡ് വീണ്ടും അടച്ചത്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം സമാന്തര പാത തുറക്കുന്നതുവരെ സമരം തുടരാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ.